ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഷാനവാസിക്ക് ഇത്രത്തോളം ശത്രുക്കൾ വരാൻ അല്ലെങ്കിൽ ഇത്രത്തോളം സൈബർ ബുള്ളിങ് വരാൻ എന്താണ് കാരണം എന്ന് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇപ്പോൾ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെയാണ്. അതുകൊണ്ട് ഈ ചാനലിൽ പോലും വന്ന് ഇരുന്ന് ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരെയാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ആ ചാനൽ പോയി എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ചാനൽ എനിക്ക് പോയി എന്നല്ല, എനിക്കത് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. മാർച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്, എനിക്കറിയില്ല. ബിക്കോസ് അത് യൂട്യൂബ് ടീമിൻ്റെ ഒരു കാര്യമാണ്, എനിക്ക് വേറൊരു കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ അടി വന്ന കമൻറ്റാണ്, നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. എന്നോട് ഇത്രത്തോളം ശത്രുത, എന്നോട് എന്തിനാണ് ഇത്രത്തോളം ശത്രുത എന്ന് എനിക്കറിയത്തില്ല. ആൻഡ് ഓൾസോ വേറെ കുറച്ച് ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, അവനായിരുന്നു റൊണാൾഡോ ആണോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. വേറെ കുറച്ച് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഷോനവാസ്, എഗെയിൻ ഷോനവാസ് എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. ഫസ്റ്റ്ലി, ഈ ബിഗ് ബോസ് കഴിഞ്ഞ് 3-4 മാസങ്ങളായിട്ടും വീണ്ടും ഷാനവാസിക്കേനെ ഷോനവാസ് എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എനിക്കും പറയാനുള്ളൊരു സൈഡ് എന്തെന്ന് വെച്ചാൽ, ബിഗ് ബോസ് കഴിഞ്ഞു, ബിഗ് ബോസ് ഒരു ഷോ ആണ്, അതിൽ ഷാനവാസിക്ക പോയി, ഷാനവാസിക്ക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ഷാനവാസിക്കയാണ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കൊണ്ടുപോയത്. ബിക്കോസ് അത് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നെവിൻ്റെ ഒരു ഇഷ്യൂവിൻ്റെ സമയത്ത് ഷാനവാസിക്ക മെഡിക്കൽ ഇതായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പം ലൈവ് കാണാത്ത ഒരുപാട് പേരുണ്ട്. അന്നത്തെ TRP റേറ്റിംഗ് ലൈവിന് വളരെ കുറവായിരുന്നു കാണും, അത് 100% ഉറപ്പാണ്. അപ്പം ഷാനവാസിക്ക സ്റ്റീൽസ് എ ഷോ ആണ്, അതുകൊണ്ടായിരിക്കും ഷോനവാസ് എന്ന് പറയുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇഷ്ടംപോലെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ ഈ ഷാനവാസ് എന്ന് പറയുന്നൊരു വ്യക്തി ഇന്നലെയോ ഇന്നോ പൊട്ടിമുളച്ചതല്ല, വേറെ പലരെയും കൂട്ട് ഒരു 3 മാസം കൊണ്ട് ഒരുണ്ടായ ഇമേജോ കാര്യങ്ങളോ ഒന്നുമല്ല. 15 അല്ലെങ്കിൽ 20 വർഷത്തോളം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിനെ നിങ്ങൾക്ക് ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം അവൻ ആരാ എന്നൊക്കെ വന്ന് എനിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ആണിത് കേട്ടോ. കാരണം സീരിയൽസിലുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി ഒന്ന് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ടോപ്പിക്ക് പറയാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ വന്നത്. ഞാനൊരു പോസ്റ്റ് ഇട്ടേക്കാം, അതായത് വീഡിയോയുടെ സൈഡിൽ വെച്ചേക്കാം. അതായത് സിജോയും ബിഗ് ബോസ് സീസൺ 6 തോന്നുന്നു, സിജോയും വൈഫും ഒരു ഇനോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് പോലും ഇനോഗ്രേഷൻ കിട്ടി. എന്നിട്ടും ഫൈനൽ 5 അക്ബറിനും ഷാനവാസിനും ഇനോഗ്രേഷനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു സാഡ് ഇമോജി ഇട്ട് പോസ്റ്റ് ഞാൻ കണ്ടു. പലരും ഇത് കണ്ടിട്ടുണ്ടാവണം. അത് ഞാൻ ഒരു ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ് കണ്ടത്. വീണ്ടും അത് ഇന്നലെ കണ്ടു, വേറൊരാൾ ഷെയർ ചെയ്ത്, ഇന്നത് വേറൊരാൾ ഷെയർ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ ഷെയർ ചെയ്ത് പോവുകയാണ്. ലക്ലി അതിൻ്റെ കമൻസ് എല്ലാം എന്ന് പറയുന്ന ഒരു 75% ഷാനവാസിക്കാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻസ് ആണ്. ആൻഡ് ബാക്കിയുള്ള പെർസെൻറ്റേജ് അല്ലേ, അത് ഓക്കെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വീണ്ടും ഇത് ഷെയർ ചെയ്ത് പോസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്ത് വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഷാനവാസിക്കനെ ഫോളോ ചെയ്യുന്ന പ്യുവർ ആൻഡ് ജെനുവിൻ ഫാൻസിന് അറിയാം ഷാനവാസിക്കയുടെ എയിം എന്താണ് എന്നുള്ളത്. ഇനാഗ്രേഷൻ ഒന്നുമല്ല ഷാനവാസിക്കയുടെ എയിം. ഷാനവാസിൻ്റെ എയിം എന്ന് പറയുന്നത് ബിഗ് സ്ക്രീനാണ്, അതായത് ഫിലിമിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അതിപ്പം അതിൻ്റെ ഒരു ക്ലൂ ഒക്കെ തന്നെ ഷാനവാസിക്ക ഫാൻ മീറ്റപ്പിൽ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹിറ്റ്ലറിൽ കൂടെ അഭിനയിച്ച ആ ബ്രോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അബൌട്ട് ഹിസ് ഫിലിംസിനെ പറ്റി. അതായത് എന്തായാലും അടുത്ത വർഷത്തിലുള്ള എല്ലാം കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. ബിഗ് സ്ക്രീനിൽ വരാനായിട്ട് ഒരു തയ്യാറെടുപ്പിലാണെന്നുള്ളൊരു ക്ലൂ. അത്രയും മാത്രം അറിഞ്ഞാൽ മതി, മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും ഒരു ഇനോഗ്രേഷൻ അല്ല ലൈഫ് എന്ന് പറയുന്നത്. ഇനോഗ്രേഷൻ കിട്ടിയാൽ നല്ലത്, ഓക്കെ. അല്ലാതെ ഈ പല PR വർക്കുകളും ഇനോഗ്രേഷൻ കൊണ്ട് കൊടുക്കുന്ന പോലെ അല്ലല്ലോ. PR ഉള്ളവർക്കല്ലേ ശരിക്കും പറഞ്ഞാൽ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇല്ലാത്തവർക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു പോസ്റ്റിൻ്റെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഡ്രീംസിൻ്റെ പുറകിലാണ് ഷാനവാസിക്ക. അതെങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യാനാണ് ഷാനവാസിക്ക നോക്കുന്നത്. അല്ലാതെ ഒരു ഇനോഗ്രേഷൻ എവിടെയെങ്കിലും പോയി ഒരു ഇനോഗ്രേഷൻ നടത്തി അങ്ങനെ കൈവീശി കാണിച്ച് കുറേ ആൾക്കാരോട് സംസാരിച്ച് കുറേ ഫോട്ടോ എടുത്ത് അത് വീഡിയോ ആക്കി ഇടുക, അതൊന്നും അല്ല ഷാനവാസിക്ക ടീം. ഷാനവാസിക്ക് റീച്ച് കിട്ടണമല്ലോ, അല്ലെങ്കിൽ ചെയ്യണമെങ്കിലോ ബാക്കി എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാം യൂട്യൂബിൽ. ഇത്രയും ഹൈപ്പായിട്ട് നിൽക്കുന്ന ടൈമിൽ പോലും ഷാനവാസിക്കയുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ആക്റ്റീവ് അല്ല. ഈവൻ ഇൻസ്റ്റഗ്രാം പോലും ആക്റ്റീവ് അല്ല. ആൾ ആക്റ്റീവ് അല്ലാത്തതിൻ്റെ റീസൺ പോലും നമ്മുടെ പറഞ്ഞു. ബിക്കോസ് അത്രത്തോളം ശക്തമായ ഒരു ഡ്രീംസിൻ്റെ പുറകെയാണ് ഷാനവാസിക്ക എന്ന് പറയുന്ന വ്യക്തി. അപ്പം അങ്ങനെ ഒരാൾക്ക് ഇനോഗ്രേഷൻ എന്നൊന്നും അല്ല വലിയ കാര്യം, മനസ്സിലായോ? അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. അത് ഈ പോസ്റ്റ് ഇടുന്നവർക്കൊക്കെ മനസ്സിലാക്കുക. ഇങ്ങനെ സാഡ് ഇമോജിയൊക്കെ ഇട്ട് പോസ്റ്റ് ഇടുന്നവർ ഒരിക്കലും ഷാനവാസിക്കയുടെ ഫാൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, അതൊരു കളിയാക്കിയ ഒരു തരത്തിലുള്ള പോസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഷോനവാസ് എന്ന് വിളിച്ചിട്ടും അല്ലെങ്കിൽ ഇനോഗ്രേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടോ ഒന്നും ഷാനവാസിക്കയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും പോകത്തില്ല. ബിക്കോസ് അതൊരു PR ടീം അല്ല.
ഇതൊരു പ്യുവർ ആൻഡ് ജെനുവിൻ ഫാൻസാണ്. അപ്പോൾ ഒരിക്കലും അവർ വിട്ടു പോകത്തില്ല എന്ന് ഷാനവാസിക്ക് അറിയാം. കൂടെ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള പ്യുവർ ആൻഡ് ജെനുവിൻ ഫാൻസിനും അറിയാം. സോ ഇനിയും ഈ ഷാനവാസിക്കയുടെ ഇത്ര ശത്രുത കാണിക്കേണ്ട ആവശ്യമൊന്നും ആർക്കില്ല. ബിഗ് ബോസ് കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഡ്രീംസിൻ്റെ പുറകെയാണ്. അപ്പോൾ ആ ഡ്രീംസിൻ്റെ പുറകെ പോകുമ്പോൾ അദ്ദേഹം ഒരാളെ പോലും എന്താ പറയുക നെഗറ്റീവ് പറയാൻ വന്നിട്ടില്ല, ഈവൻ ഒരു ലൈവ് പോലും വന്നിട്ടില്ല, ഈവൻ ആക്റ്റീവ് അല്ല. അപ്പം അങ്ങനെ ഒരു വ്യക്തിനെ പറ്റി വീണ്ടും ഇരുന്ന് ഇങ്ങനെ നെഗറ്റീവ് പറയേണ്ട ആവശ്യം ആർക്കും ഇല്ല. സോ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ലവ് യു ഓൾ.